കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാ അവതരണം നന്ദു അച്ചുകൃഷ്ണ. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം 8 മാസങ്ങൾക്കിപ്പുറം. എങ്ങനെയുണ്ട് അശോക ഇപ്പോൾ? കുഴപ്പമില്ല സ്വാമി. വാക്കുകൾ പഴയ പോലെ ഒഴുക്കോടെ വരുന്നില്ലെങ്കിലും സംസാരിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു അശോകന്. കൈക്കോ? പ്രശ്നമില്ല. ഇടത് കൈ പകുതിയിലധികം പൊക്കി വിരലുകൾ ചുരുട്ടാൻ ശ്രമിച്ച് കാണിച്ചു കൊടുത്തു. നടക്കാനോ? ബുദ്ധിമുട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇനി മകളുടെ കാര്യം നോക്കാൻ ഓക്കെ ആയിന്ന് അല്ലേ? സ്വാമിയുടെ ചോദ്യത്തിൽ അശോകൻ നാളുകൾക്കിപ്പുറം മനസ്സ് തുറന്നു ചിരിച്ചു. അന്നത്തെ അറ്റാക്കിൽ ഇടതുഭാഗത്തിന് ചെറിയൊരു സ്തംഭനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടതുഭാഗത്തേക്ക് മുഖവും കൈയും കോടി സ്വാധീനക്കുറവും ഉണ്ടായിരുന്നു. പക്ഷെ ഇടതുകാലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ മുഖത്തെ കോടലൊക്കെ മാറി. നടക്കാനുള്ള ബുദ്ധിമുട്ടിനും ഏറെക്കുറെ പരിഹാരമായിരുന്നു. ആകെ ഒരു പ്രശ്നം ബാക്കി നിന്നത് ഇടത് കൈക്കായിരുന്നു. അതിന്റെ ആയിരുന്നു ഇത്രയും കാലത്തെ ചികിത്സ. അതെന്തായാലും ഇപ്പോൾ ഫലം കണ്ടു. ഇന്നത്തോടെ ചികിത്സ കഴിയുകയാണ്. ഇത് വൈദ്യർമഠം. കഴിഞ്ഞ 8 മാസമായി ഇവിടെയാണിപ്പോൾ അശോകനും ആമ്പലവും. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് നേരെ പോയത് വല്യച്ഛന്റെ വീട്ടിലേക്കായിരുന്നു. അതിന് കാരണം സിദ്ധേന്റെ പേരിലുണ്ടായ വഴക്ക് കാരണം അമ്മ ഒപ്പം വരുന്നില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു. ഏട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ തങ്ങൾക്കൊപ്പം വരുള്ളൂ എന്ന അമ്മയുടെ വാശിയിൽ താൻ തളർന്നു പോകാൻ തുടങ്ങിയ നിമിഷം ആ വയ്യാഴിയിലും അച്ഛൻ തന്നെ ചേർത്തു പിടിച്ചൊരു പിടുത്തമുണ്ട്. അവള് വേണ്ട. അച്ഛൻ തലയാട്ടിയതും വല്യച്ഛൻ വന്ന് അച്ഛനെ ചേർത്തു പിടിച്ചു. അത് അമ്മയെ ചെറുതല്ലാതെയാണ് ഞെട്ടിച്ചത്. ആമ്പലു, നീ ആവശ്യമില്ലാതെ വാശി കാണിക്കുക. ഇപ്പൊ എല്ലാരും നിന്റെ കൂടെ നിൽക്കും. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും സ്നേഹം അങ്ങ് മാറും. പിന്നെ ഇപ്പോൾ നിന്നെ ഭയങ്കര കാര്യമായി ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നിന്റെ അച്ഛനല്ലേ, അങ്ങേര് തന്നെയാവും നിങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ ബാധ്യത. എല്ലാത്തിനും ഉപരി നീ ഇങ്ങനെ ഈ വയ്യാത്ത മനുഷ്യനെ നോക്കുമെന്നാ? ഒരു മകൾ എന്ന രീതിയിൽ നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഈ സമയത്ത് അശോകേട്ടന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നെയാണ്. ഓ, അപ്പൊ അമ്മയ്ക്കറിയാം ഈ അവസ്ഥയിൽ അമ്മയുടെ സാമീപ്യം അച്ഛന് എത്രത്തോളം അത്യാവശ്യമാണെന്ന്. എന്നിട്ടാണോ അമ്മേ? ആമ്പല് കരഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ വരണമെങ്കിൽ അമ്മ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഞാൻ കേൾക്കണ്ടേ? എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്റെ അച്ഛനെ മുന്നിലിട്ട് കളിക്കാൻ തോന്നുന്നത്? ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് എന്റെ അച്ഛന്റെ മേലെയുള്ള സ്നേഹം. എത്ര ചോദിക്കേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ വീണു. ഇത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. വയ്യാതെ കിടക്കുന്ന നിന്റെ അച്ഛന് വേണ്ടിയിട്ടെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടും നിനക്ക് ഈ കല്യാണം കഴിച്ചാൽ എന്താ? അതോടെ കേട്ടതും ആ വയ്യാഴികയിലും അശോകൻ മകളുടെ കയ്യിൽ പിടിച്ചു. ഒപ്പം വീൽചെയർ ഉരുട്ടാൻ സഹോദരനെ കണ്ണു കാണിക്കുകയും ചെയ്തു. അവിടുന്ന് വല്യച്ഛന്റെ കൂടെ കാറിൽ കയറുമ്പോൾ കണ്ടിരുന്നു അമ്മയുടെ ഒപ്പം നിൽക്കുന്ന സിദ്ധുവേട്ടനെ. തന്നെ മാറ്റി നിർത്തി അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ തവണയും അമ്മയുടെ കണ്ണുകൾ പോയത് ഏട്ടൻ നിൽക്കുന്നിടത്തോട്ടായിരുന്നു. അപ്പോ തന്നെ മനസ്സിലായി നാവ് മാത്രമേ അമ്മയുടേതായിട്ടുള്ളൂ, വാക്കുകളൊക്കെ കടം കൊണ്ടതാണെന്ന്. അതിനെ ശരിവെക്കാൻ എന്ന പോലെ ചേച്ചിയുടെ ഫോണും മുറയ്ക്ക് വരുന്ന കണ്ടു. എന്തായാലും ഈ കാര്യങ്ങളൊന്നും കാണാൻ മാഷച്ചനും ടീച്ചറമ്മയും ഏട്ടനും ഇല്ലായിരുന്നു. അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ 2 ദിവസം മുന്നേ ആയിരുന്നു വസുവേട്ടന്റെ അച്ഛന്റെ മരണം. അങ്ങനെ കുടുംബത്തോടെ അവരെല്ലാം അവിടെയായിപ്പോയി. എന്നിട്ടും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ വിവരങ്ങൾ അറിയാൻ ഒരുപാട് തവണ ഏട്ടന്റെ കോളുകൾ തന്നെ തേടി എത്തി. പലപ്പോഴും എടുത്തില്ല. പിന്നെ എടുത്തപ്പോഴൊക്കെയും 1-2 വാക്കുകളിൽ ചുരുക്കി. ഇന്ന് പക്ഷെ അങ്ങോട്ട് വല്യച്ഛന്റെ കൂടെ പോവുകയാണെന്ന് മാത്രം വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഏട്ടൻ പറഞ്ഞത് എന്താവശ്യത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രമായിരുന്നു. മാഷും ടീച്ചറും എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന് പറഞ്ഞു. രമുവും ആസിയും നൗഫിയും കരഞ്ഞുകൊണ്ട് തന്നെ ചേർത്തു പിടിച്ചു. രക്തബന്ധത്തെക്കാൾ ചേർത്തതാണ് ആത്മബന്ധം എന്ന് തോന്നിയ നിമിഷങ്ങൾ. അങ്ങനെ അവിടെ നിന്നിറങ്ങുമ്പോൾ പോലും മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ അമ്മ തിരിച്ചു വരുമെന്ന്. പക്ഷേ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴും അമ്മയുടെയും ചേച്ചിയുടെയും സിദ്ധേട്ടനെ കല്യാണം കഴിക്ക് എന്ന് പറഞ്ഞുള്ള വിളി വന്നപ്പോൾ മനസ്സിലായി അവർക്ക് എല്ലാത്തിനും വലുത് മറ്റു പലതുമാണെന്ന്. താനും അച്ഛനും ചെന്നിട്ട് പിന്നെയും 3-4 ദിവസം കഴിഞ്ഞാണ് വിഷ്ണുവേട്ടനും ചേച്ചി എത്തിയത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ വിഷ്ണുവേട്ടൻ വല്യച്ഛനെയും കൂട്ടി അമ്മയെ കാണാൻ അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കടങ്ങളൊക്കെ ഉണ്ടാക്കി പെങ്ങളെ വഴിയാധാരമാക്കിയ അളിയനെ നോക്കാൻ തങ്ങളുടെ പെങ്ങളെ പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞ്
മൂത്തമ്മാവനും ഇളയമ്മാവനും നല്ല സഹോദരങ്ങളായി. ഒപ്പം അമ്മ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം എന്നൊരു ഇത്രയും കാലമുണ്ടായിരുന്ന ഭർത്താവിന് വയ്യാതായപ്പോൾ ഉപേക്ഷിച്ചു കളഞ്ഞ ഭാര്യയെ സഹോദരന് വേണ്ട എന്ന് പറഞ്ഞ് വല്യച്ഛൻ വിഷ്ണുവേട്ടനെ വിളിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ കണ്ടു സിറ്റുവേറ്റയുടെ കാറ് അമ്മാമ്മയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ വല്യച്ഛന്റെ വീട്ടിൽ ചെന്ന് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മഠത്തിനെ പറ്റി അറിയുന്നത്. ഇതിനിടയിൽ അപ്പച്ചിയും സ്മിത ചേച്ചിയും വന്ന് വേറെ കുറെ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് പോയി. അവരുടെ മകനെ താൻ പിടിച്ച് വശീകരിച്ചു വെച്ചേക്കുന്നു എന്നായിരുന്നു ആരോപണം. മോളേന്ന് തികച്ചു വിളിക്കാത്ത അപ്പച്ചിയുടെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സങ്കടം കൊണ്ട് തകർന്നുപോയി. പക്ഷെ അതിലും തകർന്നത് അച്ഛനായിരുന്നു. ഈ പെങ്ങക്ക് വേണ്ടിയാണോ താൻ തന്റെ ജീവൻ നീരാക്കി ഉണ്ടാക്കിയതുമൊക്കെ കളഞ്ഞു കുളിച്ചതെന്ന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ അച്ഛന് പിന്നെയും വയ്യാഴിക തോന്നി. അത് കണ്ടിട്ട് അവസാനം വിഷ്ണുവേട്ടൻ വായിൽ വന്നതൊക്കെ പറഞ്ഞ് ഇറക്കി വിടുകയായിരുന്നു അവരെ. ആ ദിവസങ്ങളിൽ അച്ഛൻ പിന്നെയും വല്ലാതെ മൂകനായി. ആ നേരത്താണ് വസുവേട്ടൻ പറഞ്ഞ് ഈ ആശ്രമത്തെപ്പറ്റി അറിയുന്നത്. ഏട്ടൻ തന്റെ കാശിയിലുള്ള പ്രൊഫസറുടെ സുഹൃത്താണ് വൈദ്യർമഠത്തിലെ സ്വാമികൾ. ആ കെയർ ഓഫിൽ പെട്ടെന്ന് തന്നെ അച്ഛൻ ഇവിടെ അഡ്മിറ്റായി. ഇവിടെ രോഗികളെ നോക്കാൻ പ്രത്യേകിച്ച് ആരും പുറത്തുനിന്നും വേണ്ട. പക്ഷെ തനിക്ക് അച്ഛന്റെ ഒപ്പം നിൽക്കണമെന്നുള്ള വാശി കൊണ്ട് മാത്രം വസുവേട്ടൻ സ്വാമികളോട് പറഞ്ഞു തന്നെ ഇവിടെ നിർത്തി. പക്ഷെ തന്റെ ഇവിടുത്തെ നിൽപ്പ് ഒട്ടും ഇഷ്ടപ്പെടാത്ത വേറൊരാൾ ഉണ്ടായിരുന്നു. വിഷ്ണുവിനേക്കാളും രമുവിനേക്കാളും ആസിയേക്കാളും നൗഫിയേക്കാളും ഒക്കെ പിണങ്ങി മാറി നിൽക്കുന്ന ആ ഒരാൾ പോകാറായി അല്ലേ? പോകുവാന്ന് ഒരിക്കൽ കൂടി സ്വാമികളെ കാണാൻ പറയാൻ വന്നതായിരുന്നു ആമ്പലു. അവൾ തലകുലുക്കി. നല്ലോണം പഠിക്കണം. ഈ വർഷം പോയി എന്നുള്ള ചിന്തയൊന്നും വേണ്ട. മറിച്ച് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള സന്തോഷം മാത്രം മതി മനസ്സിൽ. അറിയാലോ, അച്ഛന്റെ ധൈര്യവും ആഗ്രഹവും മോളാണ്. അത് ഓരോ നിമിഷവും ഓർമ്മയിൽ ഉണ്ടാകണം. അത് മാത്രം മതി നിനക്ക് ഈ ജീവിതത്തിൽ ജയിക്കാൻ. സ്വാമികളുടെ ഓരോ വാക്കും ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടവൾ ആ കാലുതൊട്ട് തൊഴുതു. നന്നായിട്ട് വരും. അവളുടെ നെറുകയിൽ തൊട്ട് അനുഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ചെറുതല്ലാത്തൊരു നൊമ്പരം തോന്നി. കഴിഞ്ഞ 8 മാസം തനിക്കൊപ്പമുണ്ടായിരുന്ന കുഞ്ഞാണ്. അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പേടിയാണ്. ഞാനും കൂടി അടുത്തില്ലെങ്കിൽ അച്ഛൻ പേടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് കരഞ്ഞ കുഞ്ഞിനെ അദ്ദേഹം അത്രയും അരുമയോടാണ് ചേർത്ത് പിടിച്ചത്. ഒപ്പം വസുവിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കൂടിയായതും ആശ്രമം മുഴുവനും അവളെ ഏറ്റെടുത്ത പോലെയായിരുന്നു. അച്ഛനെ നോക്കുന്ന സമയങ്ങൾ ഒഴിച്ചാൽ അവൾക്ക് പൂർണ്ണമായി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവിടെ കൊടുത്തത് സ്വാമികൾ തന്നെയായിരുന്നു. അങ്ങനെ അവൾ അവർക്കും പ്രിയപ്പെട്ടവളായി. ആശ്രമത്തിലുള്ളവരെല്ലാം വല്ലാത്തൊരു സങ്കടത്തോടെയാണ് അവളെ യാത്രയാക്കിയത്. അവളും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇനിയും വരാമെന്ന് പറഞ്ഞു പോയി. മാമന്റെ പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ ഭേദമായത് നന്നായി. അല്ലെങ്കിൽ ഇവള് വല്ല കുടിലും കെട്ടി അവിടെ താമസമായനെ അല്ലേ മാമ? ആശ്രമത്തിൽ നിന്ന് താൻ കരഞ്ഞുകൊണ്ടിറങ്ങിയെന്ന് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ കളിയാക്കലാണ്. അതിന് ഒപ്പാരി വെക്കാൻ മറ്റൊരാളുമുണ്ട് കൂടെ. സത്യം വിഷ്ണു, എനിക്ക് തോന്നിയത് ഇവള് മിക്കവാറും വല്ല ആശ്രമകന്യകയും ആവുമെന്ന. വിഷ്ണുവേട്ടന്റെ ഒപ്പം നിൽക്കുന്ന വസുവേട്ടനും കൂടിയായതും കോറം പൂർത്തിയായി. ദൈവമേ, അങ്ങനെയെങ്ങാണ് ഇവള് ആശ്രമകന്യകയായിരുന്നെങ്കിൽ ആ ദേവദാസ് എന്ത് ചെയ്തേനേടാ? ഓ, എന്തു ചെയ്യാൻ? അവൻ വല്ല മുനികുമാരനുമായിട്ട് വന്ന് ഇവളെ കുടിലിൽ കയറി താമസിച്ചനെ. അല്ല പിന്നെ. വസുവേട്ടന്റെ കൗണ്ടറും കൂടി വന്നതും വിഷ്ണുവേട്ടന്റെ ഒപ്പം അച്ഛനും കൂടി ചിരിക്കാൻ തുടങ്ങി. കാളിയാക്കുന്നു. മതി ചിരിച്ചത്. പറ്റും പോലെ പിന്നീന്ന് രണ്ടുപേർക്കും നുള്ളു കൊടുത്തതും ഇല്ലാത്ത വേദന കാണിച്ച് രണ്ടും കൂടി അങ്ങ് തുടങ്ങി. അടങ്ങിയിരിക്കടി. നിനക്ക് നുള്ളാനും പിടിക്കാനും ഒക്കെ ഒരു ദേവദാസ് മോന്തയും കയറ്റിപ്പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അവനെ പോയി ഉപദ്രവിക്കുന്നേ. അല്ലാതെ നിന്നെ വിളിക്കാൻ വേണ്ടി വന്ന ഈ പാവം ഞങ്ങളെയല്ല. ഹരേട്ടന്റെ കാര്യം മനഃപൂർവ്വം എടുത്തിരുന്നതാണ് വിഷ്ണുവേട്ടൻ. അപ്പൊ പിന്നെ താൻ മിണ്ടില്ലല്ലോ. കാര്യം ശരിയാണ്. ആള് നല്ല പിണക്കത്തിലാണ്. ആ ഓർമ്മയിൽ പോലും സങ്കടവും സന്തോഷവും ഒരുപോലെയാണ് ഉള്ളിലേക്ക് വരിക. അച്ഛന്റെ അന്നത്തെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവനും അടച്ചത് ഏട്ടനാണ്. വിഷ്ണുവേട്ടനും വല്യച്ഛനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വാശി പിടിച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അവിടുന്ന് വല്യച്ഛന്റെ അവിടെ പോയി നിന്ന സമയത്ത് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വലിയച്ഛനെ കൊണ്ട് ചെയ്യിച്ചതല്ലാതെ ബാക്കി എല്ലാത്തിനും വേണ്ടി വിഷ്ണുവേട്ടന്റെ കയ്യിൽ ഒരു തുക ഏൽപ്പിച്ചിരുന്നുവെന്ന് ഏട്ടൻ പറഞ്ഞാണ് അറിഞ്ഞത്. ഹോസ്പിറ്റലിലെ ബില്ലും ഏട്ടന്റെ കയ്യിൽ കൊടുത്ത കാശുമൊക്കെയായി ഒരിക്കൽ എന്തോ ചോദിച്ചതിന് അടുത്ത ഒരാഴ്ച തന്നോട് പിണ്ടാതിരുന്നാണ് പിണക്കം കാണിച്ചത്.
ഞാൻ ഇപ്പോഴും ആളെ അന്യനായി കണ്ടതുകൊണ്ടാണ് കാശിന്റെ കണക്ക് പറഞ്ഞു എന്നായിരുന്നു കണ്ടുപിടുത്തം. ആളെ ഞാൻ സ്വന്തം പോലെ കാണുന്നുണ്ടെങ്കിൽ ഇനി മേലിൽ കണക്കിന്റെ കാര്യം പറയില്ല എന്നൊരു സംസാരത്തോടു കൂടി ആള് വായടപ്പിച്ചു കളഞ്ഞു തന്റെ. അതിനുശേഷം പിന്നെയൊന്നും തിരക്കിയിറങ്ങാൻ പോയിട്ടില്ല. ഇപ്പോൾ ഈ ആശ്രമത്തിലും ചെറുതല്ലാത്തൊരു ബില്ല് വന്നിട്ടുണ്ടാവും. അതും ഏട്ടന്റെ കയ്യിലെ ചിലവാണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സ്വാമികൾ പറയുന്നത് അച്ഛന്റെ ചികിത്സ പൂർണ്ണമായും ഫ്രീ ആയിരുന്നു എന്ന്. നേരോ നുണയോ അന്വേഷിച്ചില്ല. പക്ഷെ ഈ പിണക്കം അതിനല്ല. ഇവിടെ അച്ഛന്റെ ചികിത്സ തുടങ്ങുന്ന സമയത്ത് ആരും ഒപ്പം നിൽക്കണ്ട എന്ന് സ്വാമി പറഞ്ഞിരുന്നു. അത് കേട്ടതും തന്നെ ഒപ്പം കൂട്ടാൻ തുടങ്ങിയതാണ് ഏട്ടൻ. എപ്പോഴൊക്കെ വിഷ്ണുവേട്ടനിൽ നിന്നും അരയും മുറിയുമായി കേട്ട ചില കാരണങ്ങൾ കൊണ്ട് ഒപ്പം ചെല്ലുന്നില്ല എന്ന് മാത്രം പറഞ്ഞു. അത് വേറൊന്നും ആയിരുന്നില്ല. തന്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഈ വർഷം തന്നെ തന്നെ പഠിക്കാൻ വിടാൻ വേണ്ടിയായിരുന്നു ആ വിളി. പക്ഷെ എന്തോ അച്ഛനെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതിലുപരി ചെറുതല്ലാത്തൊരു തുക ഫീസായി വേണം താനും. ഓൾറെഡി ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി ഇതുകൂടി വേണ്ടെന്ന് വെച്ചു. ഇതിന്റെ പേരിൽ ചെറുതല്ലാത്തൊരു വഴക്ക് തന്നെ നടന്നു. അതിനെ പ്രതി മാഷച്ചനും ടീച്ചറമ്മയും ഒക്കെ വന്ന് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഒരുപാട് പറഞ്ഞു തന്നോട്. അത് താൻ കേൾക്കാതെ വന്നതും ത്രിമൂർത്തികളെയും ഇറക്കി സർ. അവസാനം ഈ ഒരു വർഷം കൂടി ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത തവണ എഴുതി നോക്കി കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ചോളാം എന്ന് വാക്കുകൊടുത്തു താൻ. വാക്കുകൊടുത്തതല്ല, രമുവിനെ കൊണ്ട് തന്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ചു വാക്കു മേടിപ്പിച്ചു എന്ന് പറയുന്നതാകും സത്യം. അപ്പൊ പിന്നെ റിപ്പീറ്റേഴ്സിന്റെ ബാച്ചിൽ ചേർക്കാമെന്നായി. അതും സമ്മതിച്ചില്ല. ഇവിടെ അച്ഛന്റെ ഒപ്പമിരുന്നേ പഠിക്കുന്നുള്ള വാശി പിടിച്ചതും ഏട്ടൻ മൊത്തത്തിൽ പിണങ്ങി. അന്നു മുതൽ തന്നോട് മിണ്ടില്ല. പക്ഷെ തനിക്ക് പഠിക്കാനുള്ള ബുക്സും മറ്റു സാധനങ്ങളും എന്തിന് ഏതു നേരം എന്ത് പഠിക്കണം എന്നുള്ള ടൈം ടേബിൾ പോലും പിറ്റേന്ന് വിഷ്ണുവേട്ടൻ വഴി ആശ്രമത്തിലെത്തി. 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ വിസിറ്റേഴ്സിന് ടൈമുണ്ട്. എത്ര പിണക്കമാണെങ്കിലും ആ ദിവസങ്ങളിൽ ആരുടെ കൂടെയാണെങ്കിലും ഒപ്പം ആളും കാണും. ഇവിടെ എത്തിയാൽ പിന്നെ താനെന്നൊരാൾ അടുത്തില്ലാത്ത പോലെയാണ് അച്ഛനോടുള്ള സംസാരം മുഴുവനും. അപ്പോഴൊക്കെ താനും അച്ഛൻ അരികെ പറ്റി നിൽക്കും, വെറുതെ കാണാൻ. അടുത്ത തവണ കാണും വരെ കണ്ട് കണ്ണു നിറയ്ക്കാൻ. ഏതിനെ പറ്റിയുള്ള ഓർമ്മകൾ പോലും അവിടെ ഉള്ളിൽ എന്തെന്നറിയാത്ത പ്രണയം തുളുമ്പി. വണ്ടി കുറെ നേരം ഓടിച്ചെന്ന് കയറിയത് ഒരു വലിയ ഗേറ്റിനുള്ളിലേക്കാണ്. റോഡിൽ നിന്നും ഇത്തിരി ഓടിക്കേറി കാറ് നിന്നു. അപ്പോ സ്ഥലമെത്തി, ഇറങ്ങിക്കോ. വസുവേട്ടൻ ഡോറ് തുറന്ന് പറഞ്ഞതും വിടർന്ന കണ്ണുകളോടെ അവള് പുറത്തേക്കിറങ്ങി. ഇതെവിടെയാ വസുവേട്ടാ? അത്ഭുതം പോലെ ചുറ്റും നോക്കി പെണ്ണ് ചോദിച്ചതും വസു ഒരു കണ്ണ് ചിമ്മി. ഇതാണ് ഇനി എന്റെ അനിയത്തിക്കൊച്ചും അച്ഛനും താമസിക്കാൻ പോകുന്ന വീട്. മുന്നിലുള്ള വീട് ചൂണ്ടിക്കാണിച്ചതും അവള് അമ്പരപ്പോടെ മുന്നിലേക്ക് നോക്കി. അപ്പോ അടുത്ത പാർട്ടുമായി നമുക്ക് വേഗം തന്നെ കാണാമേ. നന്ദി.